ഇതാണ് തിരക്ക്. ഇന്ന് കറി വെക്കാൻ എടുത്തേക്കുന്നത് ഈ മീനാണ്. കോള മീൻ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ കോള മീൻ എന്നാണ് പറയുന്നത്. ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. മീനെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി പാത്രം വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊരു 4-5 കണവയാണേ. നമുക്ക് വല കോരിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2-3 കണവ കിട്ടിയായിരുന്നു. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിച്ചെടുക്കാം. ഈ കണവ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ വെന്ത് കിട്ടും. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി മസാല ചേർക്കാം. ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കോള മീൻ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഒന്ന് ഉപ്പ് നോക്കാം. കൊള്ളാം, സൂപ്പർ. അങ്ങനെ നമ്മുടെ കോളക്കറി വെന്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്രാങ്ക് കിട്ടുവാണ് ഇന്ന് കറി വെച്ചത്. അപ്പോൾ ഇനി എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. നല്ല ചൂട് ചോറും കോളക്കറിയും. കൊക്കക്കോള എന്ന് പറയാം. കൊക്കക്കോള കൂടി കിടന്ന പോലെ